ഓ മറ്റേ എന്നെപ്പോ തുപ്പിപ്പോയി. നോറയെ നോക്കി ജാൻമണി തുപ്പിയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പ്രചരിക്കുന്ന വീഡിയോയിൽ നോറയെ നോക്കിക്കൊണ്ട് ജാൻമണി തുപ്പുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ അവിടെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, തുപ്പുന്നതായിട്ടുള്ള ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ചുണ്ടുകൊണ്ട് ഥു എന്ന് കാണിക്കുന്ന പോലുള്ള ഒരു ശബ്ദം, അതുമാത്രമാണ് അവിടെ കാണുന്നത്. അവിടെ നോറയും കണ്ടിട്ടില്ല തുപ്പുന്നത്. നോറയും ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ്. പക്ഷേ കറക്റ്റായിട്ട് തുപ്പുന്ന ഒരു ശബ്ദം കേട്ടിട്ടാണ് നോറ തിരിഞ്ഞു നോക്കുന്നത്. അങ്ങനെയാണ് നോറ തുപ്പി എന്ന് അവിടെ ഒരു കാര്യം പറയുന്നത്. പക്ഷേ ജാൻമണി അവിടെ തുപ്പിയില്ല എന്ന് നിഷേധിക്കുകയും ചെയ്തിട്ടില്ല. ജാൻമണി ഞാൻ അവളെ നോക്കി ചെയ്തോ, ഞാൻ അവളെ കണ്ടിട്ട് പോലുമില്ല എന്നാണ് ജാൻമണി അവിടെ പറയുന്നത്. എന്തായാലും പക്ഷേ ജാൻമണി തുപ്പിയോ തുപ്പിയില്ലേ എന്നതിലുപരി ജാൻമണി അവിടെ നോറയെക്കുറിച്ച് നടത്തിയ പ്രസ്താവനകൾ എല്ലാം തന്നെ വളരെയധികം മോശമാണ്. ഇനി ആ തുപ്പുന്ന ആക്ഷൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിലേറെ മോശമാണ്. എന്തായാലും നമുക്കിവിടെ ജാൻമണിയെ ന്യായീകരിക്കാൻ ഒട്ടും കഴിയില്ല. ഇനിയിപ്പോൾ നോറയുടെ അടുത്ത് നോക്കിയിട്ടല്ല തുപ്പിയതെങ്കിൽ പോലും, ഇനിയിപ്പോൾ അത് നമുക്ക് കേട്ട ശബ്ദത്തിൻ്റെ കുഴപ്പമാണെങ്കിൽ പോലും അവിടെ ജാൻമണിയെ ന്യായീകരിക്കാനായിട്ട് യാതൊരു വഴിയും നമുക്ക് അവിടെ ഇല്ല. ജാൻമണി അത്രയും മോശകരമായാണ് നോറയുടെ അടുത്ത് പെരുമാറിയത്. അവളെ ലൈഫ് ഞാൻ ഇല്ലാതാക്കും, അവളെ അതുപോലെ ഞാൻ ഇല്ലാണ്ടാക്കും എന്നാണ് അവിടെ നിന്ന് ജാൻമണി പറഞ്ഞിട്ട് പോയത്. ലാലേട്ടൻ്റെ എപ്പിസോഡ് ആയിട്ട് കൂടി. എന്നിട്ട് പോലും അത് കഴിഞ്ഞ് വന്നിട്ട് ലാലേട്ടൻ വളരെ കൂളായിക്കൊണ്ടാണ് ജാൻമണി അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വാർണിംഗ് കൊടുക്കുന്നതിന് പകരം അവിടെ കൂളായിക്കൊണ്ട് വളരെ മോശമല്ലേ ജാൻമണി എന്നുള്ള രീതിയിൽ വളരെ കൂളായിട്ട് അത് കൈകാര്യം ചെയ്യുന്ന ഒരു ലാലേട്ടനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. സത്യത്തിൽ ബിഗ് ബോസിനും ജാൻമണിയെ പേടിയാണെന്ന് തോന്നുന്നു. എങ്ങാനും ബിഗ് ബോസിനെയും കയറിയിട്ട് ജാൻമണി ശപിക്കുമോ എന്നൊരു പേടിയുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാൻമണിയെ പേടിച്ചുകൊണ്ടാണോ ബിഗ് ബോസ് ഷോ നടത്തുന്നത് എന്ന് തോന്നിപ്പോകുന്ന പല സന്ദർഭങ്ങളും നമുക്കിപ്പോൾ കണ്ടു. ഈ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ പോലും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് ചോദ്യം ചെയ്യാത്ത ലാലേട്ടനെയും ബിഗ് ബോസ് ടീമിനെയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചത്. എന്തായാലും ഇവിടെ ന്യായീകരണം ജാൻമണിക്ക് ഒട്ടുമില്ല. ഇവിടെ സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൊണ്ടും അവിടെ നോറയുടെ ഭാഗത്ത് മാത്രമാണ് ന്യായമുള്ളത്. ജാൻമണി വളരെ മോശം ഗെയിമാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്.